ടീച്ചറെ, ഓ താനായിരുന്നു ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. അറിയാതെ ഒരു കയ്യബദ്ധം പറ്റി. അതിന് മാഷ് എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ. ആ സുഭദ്രാമച്ചിയും രാധികയും വെറും പാവത്തുങ്ങളാ. ഞാൻ കാരണം ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടാതെ പോകുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് എന്തിനാ? ടീച്ചറുടെ മനസ്സ് കളങ്കമില്ലാത്ത ഒരു പളുങ്കുപാത്രം പോലെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാഷിന്റെ മറ്റേ വീട്ടിൽ ചെന്ന് വിവരങ്ങൾ പറയാൻ ആ പ്യൂൺ എന്നോട് പറഞ്ഞതാ. സരസ്വതിയോടോ? ആ, അവര് മാഷോട് പറഞ്ഞ മാഷ് ആ കുട്ടിക്ക് ജോലി കൊടുക്കൂത്രേ. പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എത്രയായാലും ടീച്ചർ പറയും പോലെ വരില്ലല്ലോ. മാത്രമല്ല അവരുടെ മകനെ കൊണ്ട് രാധിയെ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാനും അവർക്കൊരു മോഹമുണ്ട്. വലിയ കോയിക്കലെ കുട്ടി മാഷിന്റെ മരുമകളായി വരികയെന്ന് പറയുന്നത് ഒരു അന്തസ്സല്ലേ? അതിന് മാഷക്ക് അവൻ മാത്രമല്ല മകനായിട്ടുള്ളത്. അതാ ഞാനും പറയണത്. ഏതായാലും നീ ഇത് എന്നോട് വന്ന് പറഞ്ഞത് നന്നായി. എന്നെ തോപ്പിച്ചിട്ട് അവൾ അങ്ങനെ ആളാവണ്ട. ആ കുട്ടിക്ക് ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മാധവൻ കുട്ടിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. എന്താ? ആ ആ